ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മോന് വേണ്ടിയിട്ട് ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചോറ് പാത്രം റെഡിയാക്കുന്ന ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ചോറ് പാത്രത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് വെഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതായത് ഉരുളൻകിഴങ്ങ് വെഴുക്ക്. ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ലേശം ഉപ്പ് ഇട്ട് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഇങ്ങനെ, പക്ഷേ ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. അപ്പോൾ അത് ഒരു ചെറിയ വേവായിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിനെ പതുക്കെ നമ്മൾ ആ വീടിനകത്തോട്ട് കോരിയിടണം. കോരിയിട്ട് അത് ഞാൻ ചെയ്തപ്പോഴത്തേന് കുറച്ച് വെന്ത് പോയി തോന്നുന്നു. പക്ഷേ വേഗം മാറ്റി ചെറുതായിട്ട് കുഴയിടല്ലോ. കുഴയിനകത്തോട്ട് നോക്കിയിട്ട് നമ്മളിങ്ങനെ അതിനെ ചെറുതായിട്ട് അടയ്ക്കണം. ചെറുതായിട്ട് നമ്മൾ സവാ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് കുഴഞ്ഞു വരും. ഉരുളങ്കിഴങ്ങ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ പല രീതിയിൽ പലരും അത് വഴുക്കും, വഴുക്കും ചെയ്യും. പക്ഷേ കുരുമുളകൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത് എല്ലാവരും ചെയ്യത്തില്ല. പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ വെഴുക്കിയെടുക്കും. ചിലർ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വെഴുക്കിയെടുക്കും. ചിലർ വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടിട്ട് വെഴുക്കിയെടുക്കും. അപ്പം ഞാനിത് ഇങ്ങനെയാണ് കൂടുതലും ചെയ്തത്. കുരുമുളക് പൊടി ചേർത്തിട്ട് വെഴുക്കിയെടുക്കും. അതെന്ത് വെഴുക്കുണ്ടാക്കിയാലും എനിക്ക് ശകലം കുരുമുളക് പൊടി ചേർക്കണം, അല്ലെങ്കിൽ എനിക്കൊരു രുചി കാണത്തില്ല. അപ്പോൾ ലേശം കുരുമുളക് പൊടി നമ്മൾ വാഴയ്ക്ക ആയാലും ശരി, ചേമ്പായാലും ശരി, ഉരുളക്കിഴങ്ങായാലും ശരി, എന്ത് ചെയ്താലും ഞാൻ എനിക്ക് ശകലം കുരുമുളക് പൊടി ചേർക്കും. എനിക്കെങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ശകലം കുരുമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച്, മോന് വലിയ എരിവ് വേണ്ട, വലുതധികം എരിവ് കഴിക്കില്ല, ചെറുപ്പം എരിവ് കൂടുതൽ കഴിക്കില്ല. അപ്പം ലേശം അവൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ചെറുതായിട്ട് ഇട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ടേസ്റ്റും ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. അത് ഉപ്പും പാകമായിരുന്നു, ഉപ്പും കുരുമുളകും പാകമായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വെഴുക്ക് മാത്രം മതി നമുക്ക് ചോറിനകത്തിട്ട് നല്ലതാണ് ഇളക്കി കഴിക്കാൻ. അപ്പോൾ മോന് ചോറ് പാത്രം റെഡിയാക്കുകയാണേ. അവന് ഒത്തിരി ചോറ് വേണ്ടെങ്കിൽ നമ്മൾ അമുക്കി വെച്ചിട്ടൊന്നും അവന് ചോറ് വേണ്ട. അപ്പോൾ അതിങ്ങനെ ഇത് റേഷൻ കടയിലെ വെള്ളയരി കേട്ടോ, റേഷൻ കടയിലെ വെള്ളയരി കണ്ട നല്ല ഒന്നിലൊന്നും തൊടാതെ കിടക്കുന്ന ചോറ്, നല്ല ചോറ്. ഉരുളക്കിഴങ്ങ് വെഴുക്ക് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് കുറച്ച് കോരിയിടുക. അത് അവനിങ്ങനെ ഒത്തിരി ഒന്നും വേണ്ട, വെഴുക്കായാലും കറികളായാലും ഒത്തിരി ഒന്നും വേണ്ട. ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വരുമ്പോൾ വഴക്ക് പറയും. അവന് 12 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി. അപ്പം 11:45 12 മണിയാകുമ്പോഴത്തേനൊക്കെ കൊടുത്താൽ മതി. 10 മിനിറ്റ് മതി അവന് ഡ്യൂട്ടി ചെയ്യുന്നിടത്തോട്ട് പോകാൻ വേണ്ടിയിട്ടേ. ഞാൻ ആ സമയത്ത് ചെയ്ത ഒരു കറിവെപ്പും ഒക്കെയാണ് കേട്ടോ. താമസിച്ച് നമുക്ക് തുടങ്ങിയാൽ മതി. പിന്നെ ഉരുളൻകിഴങ്ങ് വെഴുക്ക്, പിന്നെ മുട്ട പൊരിച്ചതുണ്ടേ. അപ്പോൾ മുട്ട പൊരിച്ചത് ചോറ് തവി എടുത്തിട്ട് ആ സൈഡിൽ വെച്ചിട്ട് അതിൽ ചോറായിട്ടുണ്ട്. മുട്ട പൊരിച്ചതിന് മോനാണെങ്കിൽ മുട്ട പൊരിക്കുന്നതിനകത്താണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളിയും പച്ചമുളകും ഇടുന്ന ഇഷ്ടമല്ല. അവിടെ മുട്ട ഉപ്പ് മാത്രമാണ് പൊരിച്ച് വെച്ചേക്കുന്നത്. എനിക്കങ്ങനെ തന്നെ കേട്ടോ. പിന്നെ മോരുകറിയുണ്ട്. അവന് എരിവുള്ള കറി ഇഷ്ടമല്ലാത്ത തീയിൽ വെച്ചില്ല. അപ്പോൾ മോരുകറിയും കുറച്ച് എടുത്തിട്ടുണ്ട്, തോനെ വേണ്ട അവനെ. കുറച്ച് മോരുകറിയും കൂടെ വെച്ചിട്ട്, മോര് എല്ലാവർക്കും ഒന്നും തണുപ്പം പിടിച്ച് ഇഷ്ടമല്ല, പക്ഷെ അവന് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും ചോറുപാത്രമൊക്കെ കൊടുത്തു വിടുന്ന പല വിഭവങ്ങളല്ലേ. നമുക്ക് അമ്മമാർക്കൊക്കെ ആണെങ്കിൽ മക്കൾക്കായാലും ശരി, ഹസ്ബൻഡിനായാലും ശരി, ചോറ് കൊടുത്തു വിടുമ്പോൾ കുറേ വിഭവങ്ങൾ വേണം. അതിൽ അച്ചാറ്, അതായത് ഇവൻ അച്ചാർ ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം കഴിക്കുന്ന ആളല്ല.
എരിവൊന്നും അധികം ഇഷ്ടമുള്ള ആളല്ലാത്തത് കാരണം അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ചോറ്, മുട്ട പൊരിച്ചത്, മോരുകറി. ഇതാണ് ഇന്നത്തെ മോൻ്റെ ഫുഡ്, ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ഫുഡ്. അപ്പോൾ അത്